ഈ സദ്യ കഴിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. എനിക്കും വിശക്കുന്നു, വിശന്നിട്ട് ശരിക്കും. വയ്യ. പാട്ട് പാടി പാട്ട് അപ്പൊ സദ്യ കഴിക്കാലോ. അപ്പൊ വിശപ്പ് കൂടില്ലേ? ആ പായസം ഉണ്ടാവോ? ആ. അപ്പൊ ശരി. വാഴയിലയിൽ സദ്യ വിളമ്പുമ്പോൾ ഒന്നാമനച്ചാറു തന്നെ. വാഴയിലയിൽ സദ്യ വിളമ്പുമ്പോൾ ഒന്നാമനച്ചാറു തന്നെ. ഇഞ്ചിയച്ച നാരങ്ങയച്ച മാങ്ങയച്ച അച്ചാർ അച്ചാർ. ഇഞ്ചിയച്ച നാരങ്ങയച്ച മാങ്ങയച്ച അച്ചാർ അച്ചാർ. ഉപ്പേരി പഴം പപ്പടം കിച്ചടി അവിയൽ തോരൻ കൂട്ടുകറിയാൽ. വാഴയിലയിൽ സദ്യ വിളമ്പുമ്പോൾ ഒന്നാമനച്ചാറു തന്നെ. വാഴയിലയിൽ സദ്യ വിളമ്പുമ്പോൾ ഒന്നാമനച്ചാറു തന്നെ. One, two, three. പിന്നെ ചോറ് കൂടെ പരിപ്പ് അല്പം നെയ്യും കൂട്ടിക്കഴിക്കാം. പിന്നെ ചോറ് കൂടെ പരിപ്പ് അല്പം നെയ്യും കൂട്ടിക്കഴിക്കാം. വന്നല്ലോ സാമ്പാർ പിന്നാലെ പായസം വരി വരിയായി വരുന്നുണ്ട് പുളിശ്ശേരി മോര്. വന്നല്ലോ സാമ്പാർ പിന്നാലെ പായസം വരി വരിയായി വരുന്നുണ്ട് പുളിശ്ശേരി മോര്. കുടിച്ചിടാം രസം 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 രസം. കണ്ണടച്ച് കുടിച്ചിടാം രസം 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 രസം. വാഴയിലയിൽ സദ്യ വിളമ്പുമ്പോൾ ഒന്നാമനച്ചാറ് തന്നെ. വാഴയിലയിൽ നമുക്ക് പാടാലോ സ്റ്റേജിൽ. സദ്യ വിളമ്പുമ്പോൾ ഒന്നാമനച്ചാറ് തന്നെ. ലിറിക്സും മ്യൂസിക് അച്ഛനാണോ? മ്യൂസിക് അച്ഛൻ, ലിറിക്സ് അമ്മ. അത് ശരി. പാടിയത് ധനു. പാടിയത് ധനു. ഒരു ഫാമിലി പാട്ടാണല്ലേ? അതെ. ആ രസമുണ്ട് കേട്ടോ. അയ്യോ നല്ല രസമുണ്ട്. രസം 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 രസം. അച്ചാർ അച്ചാർ. ടേസ്റ്റിന് രസമല്ല, കുടിക്കണ രസമാണ്. ഇത് തിരുവനന്തപുരത്തെ സദ്യയെ പറ്റിയാണ് പറയുന്നത്. പ്രിയ സദ്യ ചെയ്യല്ലോ. ഓ അപ്പൊ എനിക്കറിയാം ഓരോ സ്ഥലത്തെയും സദ്യയുടെ വ്യത്യാസമുണ്ട്. ഡിഫറൻസ് അല്ലേ? തൃശ്ശൂരുള്ളത് വേറെ, പാലക്കാട് അല്ലെങ്കിൽ നോർത്തിലോട്ട് വേറെ. പക്ഷെ തിരുവനന്തപുരത്തെ സദ്യയുടെ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശരി. പക്ഷെ അതെങ്ങനെ മനസ്സിലായി? അതങ്ങനെയാണ്, അതിന്റെ വിഭവങ്ങൾ അങ്ങനെയാണ്. ആദ്യം അതിന്റെ അച്ചാറ്. order അങ്ങനെയാണ്. ഓർഡറില്. Order. ഓ അങ്ങനെയാണ് സദ്യ വിളമ്പുന്നത്. ഓക്കെ. അങ്ങനെയൊക്കെ. അതുപോലെ ഏല എന്ന് പറയുന്നത് അങ്ങോട്ടിട്ട ഇങ്ങനെ ഇങ്ങോട്ടിട്ട അതന്നെ. അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് ഇഷ്ടപ്പെട്ടു മറ്റേത് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ പലതും പ്രിയ പറയാറുണ്ട്. ഞാനൊരു ദിവസം വീട്ടില് താനുകുട്ടിയെ വിളിച്ചോണ്ട് പോയിട്ടെ പ്രിയ ആണ്ടി അടുത്ത് ഒരു സദ്യ ഉണ്ടാക്കി തരാൻ പറയാം. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങള് എന്റെ വീട്ടിൽ വന്നാ സദ്യ ഉണ്ടാക്കി തരാം. ഞാൻ എന്റെ അമ്മയും ദച്ചുവും ദച്ചു ചേട്ടനും അച്ഛനും ഒക്കെ സദ്യ ഉണ്ടാക്കും. പക്ഷെ അച്ഛന് സദ്യ ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ. നമ്മള് ബാക്കി ചെയ്തു കൊടുക്കണം. ബാക്കി ചെയ്തു ചെയ്ത് കൊടുക്കണം.